ഹലോ എവ്രി വൺ, പോസ്റ്റർ ഡു ആപ്ലിക്കേഷൻ്റെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം. പോസ്റ്റർ ഡു ആപ്ലിക്കേഷൻ്റെ 3.1 വേർഷനിൽ വന്നിട്ടുള്ള പുതിയ ഫീച്ചറാണ് ഇൻട്രാക്റ്റീവ് ക്യാൻവാസ് എന്ന് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പുതിയ സ്വഭാവങ്ങളും ക്യാൻവാസിൻ്റെ പുതിയ രീതികളും അതുപോലെ തന്നെ അതെങ്ങനെ ഓൺ ചെയ്യാം ഓഫ് ചെയ്യാം എന്നുള്ളതുമാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. സോ പോസ്റ്റർ ഡു ആപ്ലിക്കേഷനിൽ നമ്മൾ പുതിയൊരു ക്യാൻവാസ് എടുത്തു കഴിഞ്ഞാൽ എല്ലാം പഴയതുപോലെ തന്നെയാണ്. അതേസമയം നമ്മൾ പുതിയൊരു ലെയർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാനൊരു ഷേപ്പ് ലെയർ ആഡ് ചെയ്യുകയാണ്. ഒരു ലെയർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് തൊട്ട് കൂടെ തന്നെ ഏതാനും ടൂൾസ് നമുക്ക് കാണാൻ പറ്റും. ഈ ടൂളുകൾ നേരത്തെ തന്നെ താഴെ നമ്മുടെ ടൂൾ ബോക്സിൽ ഉണ്ടായിരുന്നിട്ടുള്ള അതേ ടൂളുകൾ തന്നെയാണ് ഇവിടെയും കാണുന്ന ടൂളുകൾ. പക്ഷേ ഓരോ സമയവും നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ചില ടൂളുകൾ ഇങ്ങനെ കുറേ സമയം സ്ക്രോൾ ചെയ്ത് കണ്ടെത്തിയെടുക്കേണ്ടുന്നൊരു സമയം, ആ ഒരു ഡിലേ പരിഹരിക്കാനായിട്ട് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള പുതിയൊരു ടൂളാണ് ഇതിൻ്റെ പേര് ക്വിക്ക് ആക്ഷൻ പാനൽ എന്നാണ്. അപ്പോൾ ഇതിൽ നമ്മൾ താഴെ ഇപ്പോൾ ഇവിടെ മൂവ് എന്ന് പറയുന്ന ടൂൾ സെലക്ട് ചെയ്തിട്ട് കാണാം. അതേ ടൂൾ തന്നെയാണ് ഇവിടെയും സെലക്ട് ആയിട്ടുള്ളത്. ജസ്റ്റ് നമ്മൾ ഇതിനെ ഡ്രാഗ് ചെയ്യുമ്പോൾ ഈ ഒരു ക്വിക്ക് ആക്ഷൻ പാനൽ ആ സമയം ഹൈഡ് ചെയ്യുകയും നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്ന സമയം തിരിച്ചു വരികയും ചെയ്യും. അപ്പോൾ നമുക്ക് ഒന്നിലധികം ലെയേഴ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പും അതിൻ്റെ പൊസിഷനൊക്കെ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ഡ്രാഗ് ചെയ്യുമ്പോൾ ഈ ക്വിക്ക് ആക്ഷൻ പാനൽ അതൊരു തടസ്സമാവില്ല, അത് ഓട്ടോമാറ്റിക്കലി ഹൈഡ് ആവും. എന്ന് മാത്രമല്ല, നമ്മൾ എവിടെയാണോ ലെയർ കൊണ്ടുപോയി വെക്കുന്നത് അതിനനുസരിച്ച് അത് ഫോളോ ചെയ്യും. അപ്പോൾ അവിടെ നിന്ന് തന്നെ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം, അതിനെ റൊട്ടേറ്റ് ചെയ്യാം, അതിനെ ഡിലീറ്റ് ചെയ്യാം. അങ്ങനെ വളരെ എളുപ്പത്തിൽ ഈ ടൂൾസ് നമ്മുടെ വിരലിൻ്റെ തുമ്പത്ത് തന്നെ ഉണ്ടാവും. ഒരു ഓപ്ഷൻ അതാണ് നമ്മുടെ ക്യാൻവാസിൽ പുതുതായിട്ട് വന്നിട്ടുള്ളത്. മറ്റൊരു ഓപ്ഷൻ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത് വളരെ പെട്ടെന്ന് സൂം ഇൻ ചെയ്യാനും സൂം ഔട്ട് ചെയ്യാനുമുള്ള ഒരു ഓപ്ഷനാണ്. അപ്പോൾ നിലവിൽ നമ്മുടെ വർക്ക് ഫ്ലോ എന്ന് പറയുന്നത്, നമുക്ക് ഏതെങ്കിലും ഒരു ലെയർ, ചില ലെയറുകളൊക്കെ വളരെ ചെറുതായിരിക്കും, ക്യാൻവാസിൻ്റെ ഏതെങ്കിലും ഭാഗത്തായിരിക്കും. അപ്പോൾ നമുക്ക് കുറേ കൂടെ കൃത്യമായൊരു അളവും കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ സൂം ചെയ്തിട്ട് വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നിലവിൽ നമ്മളത് എങ്ങനെയാണ് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ലെൻസ് ബട്ടൺ ആദ്യം ക്ലിക്ക് ചെയ്യും. അപ്പോൾ ക്യാൻവാസ് ലോക്ക് ചെയ്യും. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അതിൽ നിന്ന് നമുക്കൊന്നും എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ അതിനെ സൂം ചെയ്യും. എന്നിട്ട് നമുക്ക് വേണ്ട ലെയർ സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ഈ ലെൻസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുകയും നമ്മുടെ ലെയർ സെലക്ട് ചെയ്ത് നമ്മളിതിനെ അറേഞ്ച് ചെയ്ത് എല്ലാം കറക്റ്റാണ് എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം വീണ്ടും ലെൻസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമ്മളൊന്ന് റീസെറ്റ് വ്യൂ ബട്ടൺ പ്രസ് ചെയ്യണം. അപ്പോൾ വീണ്ടും പഴയതുപോലെ ആവും. വീണ്ടും ലെൻസ് ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് വീണ്ടും എഡിറ്റിംഗ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുക. എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ചധികം എഫേർട്ട് എടുത്ത് സമയം എടുത്തിട്ടാണ് വളരെ സൂം ചെയ്തിട്ടൊരു ലെയർ കൈകാര്യം ചെയ്യുന്നത്. പുതിയ അപ്ഡേറ്റ് പ്രകാരം എനിക്കിപ്പോൾ ഈ ലെയറിൻ്റെ ഭാഗത്തേക്കാണ് സൂം വേണ്ടതെങ്കിൽ അതിന് മുകളിൽ 2 തവണ വിരൽ കൊണ്ട് ടാപ്പ് ചെയ്താൽ മതി. ഓട്ടോമാറ്റിക്കലി ആ ഭാഗം സൂം ആവും. നമുക്ക് വേണ്ട അഡ്ജസ്റ്റ്മെൻറ്റ് വരുത്തിയതിന് ശേഷം വീണ്ടും ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്യാൻവാസ് പഴയതുപോലെ തന്നെയാണ്. ഇവിടെയാണ് നമുക്ക് വേണമെങ്കിൽ അവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുക, വീണ്ടും ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുറകോട്ട് വരും. ഏത് ലെയറാണോ നമുക്ക് വേണ്ടത് ആ ഭാഗത്ത് നമുക്ക് വേണ്ട മാറ്റങ്ങൾ വരുത്തുകയും എവിടെയെങ്കിലും ഡബിൾ ക്ലിക്ക് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ക്യാൻവാസ് പഴയ രൂപത്തിൽ തന്നെ റീസെറ്റ് ആവും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് പഴയ രൂപത്തിൽ ഈ ലെൻസ് ഐക്കൺ ഓൺ ചെയ്തിട്ട് ഇഷ്ടമുള്ള രൂപത്തിൽ ക്യാൻവാസ് വലുതാക്കുകയും പാൻ ചെയ്യുകയും ഒക്കെ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇതൊരു അഡീഷണൽ ഓപ്ഷനാണ്. മൂന്നാമതൊരു ഓപ്ഷൻ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത്, അപ്പോൾ നമ്മൾ ഈ 7C ക്ലാസ് എന്നുള്ളതിൻ്റെ ഫോണ്ട് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ലെയർ സെലക്ട് ചെയ്യുകയും അതിൻ്റെ ഫോണ്ട് സെലക്ഷൻ്റെ സ്ക്രീൻ ഓൺ ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ, മുൻപത്തെ അപ്ഡേറ്റിൽ ഈ ഫോണ്ട് സ്ക്രീൻ 7C ക്ലാസ്സിന് മുകളിലായിരുന്നു വന്നിരുന്നത്. അഥവാ 7C ക്ലാസ് ഈ ഫോണ്ടിൻ്റെ സെലക്ഷൻ്റെ പിറകിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഫോണ്ട് ചേഞ്ച് ചെയ്യുന്നതൊന്നും നമുക്ക് കാണാൻ കഴിയുമായിരുന്നില്ല, കാരണം ഇതിൻ്റെ പിറകിലായിരുന്നു 7C ഉണ്ടായിരുന്നത്, ഇവിടെ ആയിരുന്നല്ലോ ഉണ്ടായിരുന്നത്. അതേസമയം പുതിയ അപ്ഡേറ്റിൽ നമ്മൾ ഏത് ലെയർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാലും താഴെ ബോട്ടം ഷീറ്റ് പൊങ്ങുന്ന സമയത്ത് ക്യാൻവാസ് ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് കാണാൻ കഴിയുന്ന രൂപത്തിലുള്ളൊരു പൊസിഷനിൽ വന്ന് നിൽക്കും. ഇപ്പോൾ 7C ക്ലാസ് ഏറ്റവും താഴെയായിരുന്നു, പക്ഷേ ഫോൺ സ്ക്രീൻ തുറക്കുന്ന സമയത്ത് അത് മുകളിലേക്ക് നീങ്ങിയിട്ട് നമുക്കതിൻ്റെ ലൈവ് പ്രിവ്യൂ ഇവിടെ നിന്ന് കാണാൻ പറ്റും. ഇനി മന്ത്ലി ക്ലാസ് എക്സാമിനേഷൻ ആണെങ്കിൽ സെലക്ട് ചെയ്യുമ്പോൾ അത് കുറേ കൂടെ മുന്നിലേക്ക് വന്നതായിട്ട് കാണാൻ പറ്റും. ഒരു ഇമേജാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ അതിനനുസരിച്ച് ഇമേജ് നമ്മുടെ സെൻറ്റർ ഫോക്കസിലേക്ക് വരും. അപ്പോൾ ഹിഡൻ ആയിട്ട് കിടക്കുന്ന ലെയേഴ്സ് താഴെ നിന്നുള്ള ഷീറ്റുകൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഫോക്കസ് ചെയ്ത് വരുന്നു എന്നുള്ളതാണ് മൂന്നാമത്തൊരു ഫീച്ചർ. അപ്പോൾ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഓപ്ഷൻസ് അവർക്ക് ആവശ്യമില്ല, അത് വേണ്ടതില്ല എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്കത് ഓഫ് ചെയ്ത് വെക്കാം. അതിൻ്റെ ഓപ്ഷൻ ഇവിടെ സെറ്റിങ്സിൽ പ്രിഫറൻസസ് എന്ന് പറയുന്ന ഈ ഭാഗത്താണ്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ഈ 3 ഓപ്ഷൻസാണ് പുതുതായിട്ട് വന്നിട്ടുള്ളത്.
ഈ ഓപ്ഷൻസ് നിങ്ങൾക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ ഇത് ഓഫ് ചെയ്തിടാവുന്നതാണ്. ഇത് ഓഫ് ചെയ്തിരുന്നതോടുകൂടെ ക്വിക്ക് ആക്ഷൻസ് പാനൽ അവിടെ നിന്ന് അപ്രത്യക്ഷമാവും. ഡബിൾ ടാപ്പ് ചെയ്തുകൊണ്ട് സൂം ചെയ്യുന്നത് വർക്കാവില്ല. അതുപോലെ തന്നെ ഓട്ടോമാറ്റിക്കലി ബോട്ടം ഷീറ്റുകൾ വരുമ്പോൾ ഫോക്കസ് ആവുന്നതും ഒഴിവാകും. ആ 3 ഓപ്ഷൻസും ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഡിസേബിൾ ചെയ്യാം. വേറൊരു ഓപ്ഷൻ ഇവിടെയുള്ളത് ഫ്രീ മൂവ്മെൻറ്റ് ഓൺ ക്യാൻവാസ് എന്നുള്ളതാണ്. ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്യാൻവാസിൽ നമ്മളൊരു ലെയർ ഇപ്പം ഞാൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ എങ്ങനെ വേണമെങ്കിലും എനിക്ക് ഡ്രാഗ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ വേണമെന്നുള്ള ആളുകൾക്ക് വേണമെങ്കിൽ ഫ്രീ മൂവ്മെൻറ്റ് ഓൺ ക്യാൻവാസ് എന്നുള്ള ഈ ഓപ്ഷൻ ഉപയോഗപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ക്യാൻവാസുമായി ബന്ധപ്പെട്ടുള്ള പുതിയ ഓപ്ഷൻസ്.